നമസ്കാരം. 24 റൗണ്ടപ്പിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ പ്രജിൻ സി കണ്ണൻ. നോക്കാം വിശദമായ റിപ്പോർട്ടുകൾ. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട്. നാളെ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മീൻപിടുത്തത്തിന് വിലക്കുണ്ട്. കേരള തീരത്തിന് മുകളിൽ പടിഞ്ഞാറൻ കാറ്റ് ശക്തമാകാനുള്ള സാധ്യതയും മധ്യ പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ചക്രവാത ചുഴിയും കാലവർഷത്തെ ശക്തിപ്പെടുത്തുമെന്നാണ് മുന്നറിയിപ്പ്. ഇന്ന് സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട്. എറണാകുളം, ഇടുക്കി, തൃശൂർ, കാസർഗോഡ് ജില്ലകളിൽ അതിശക്തമായ മഴയ്ക്കുള്ള ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. ബാക്കി എല്ലാ ജില്ലകളിലും യെല്ലോ അലർട്ടാണ്. നാളെ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. കോട്ടയം മുതൽ വയനാട് വരെയുള്ള 8 ജില്ലകളിൽ മഴ മുന്നറിയിപ്പുണ്ട്. ഈ മാസം 15 വരെ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. വടക്കൻ ജില്ലകളിലും തീരദേശ മലയോര പ്രദേശങ്ങളിലും ശരാശരിയേക്കാൾ കൂടുതൽ മഴ ലഭിച്ചേക്കാം. കേരളത്തിലെ എല്ലാ ജില്ലകളിലും മണിക്കൂറിൽ 40 മുതൽ 55 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റുവീശാനും സാധ്യതയുണ്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നു മുതൽ ഈ മാസം 15 വരെ മത്സ്യബന്ധനത്തിനും വിലക്കേർപ്പെടുത്തി. 24 തിരുവനന്തപുരം. ഇടുക്കിയിൽ കനത്ത മഴയിൽ ജലനിരപ്പ് ഉയർന്ന കല്ലാർകുട്ടി, പാംബ്ല ഡാമുകളുടെ ഷട്ടറുകൾ ഉയർത്തി. എറണാകുളം ജില്ലയിൽ ഇന്നലെ മുതൽ തുടങ്ങിയ മഴ ഇടവിട്ട് ശക്തമായി തുടരുകയുമാണ്. കറുകുറ്റിയിൽ സർവീസ് റോഡ് തകർന്നു. തൃശൂർ ചൂണ്ടലിൽ ഓടിക്കൊണ്ടിരുന്ന ലോറിക്ക് മുകളിൽ മരം കടപുഴകി വീണു. തീവ്ര മഴ മുന്നറിയിപ്പില്ലാതിരുന്നിട്ടും ഇന്നലെ രാത്രിയിൽ ഇടുക്കിയിൽ പെയ്തത് അതിശക്തമായ മഴയാണ്. മണിക്കൂറുകൾ കൊണ്ട് കല്ലാർകുട്ടി, പാമ്പള ഡാമുകളിലെ ജലനിരപ്പ് പരമാവധി സംഭരണശേഷിയിലെത്തി. കല്ലാർകുട്ടി ഡാമിന്റെ എല്ലാ ഷട്ടറുകളും ഒരടി വീതം ഉയർത്തി. മുതിരപ്പുഴയാറിലേക്കാണ് വെള്ളമൊഴുക്കുന്നത്. പാമ്പള ഡാമിന്റെ ഒരു ഷട്ടർ 50 സെന്റിമീറ്റർ ഉയർത്തി പെരിയാറിലേക്കും വെള്ളമൊഴുക്കുന്നു. ഇരുപുഴകളുടെയും തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശമുണ്ട്. എറണാകുളം ജില്ലയിൽ ഇടവിട്ടുള്ള കനത്ത മഴ തുടരുകയാണ്. കറുകുറ്റിയിൽ സർവീസ് റോഡ് തകർന്നു. മഴ ശക്തമായതോടെ റോഡിൽ കുഴികൾ രൂപപ്പെട്ടു. കഴിഞ്ഞ ദിവസം റോഡിലെ കുഴിയിൽ വീണ് ലോറി മറിഞ്ഞിരുന്നു. തൃശൂർ ചൂണ്ടലിൽ ഓടിക്കൊണ്ടിരുന്ന ലോറിക്ക് മുകളിൽ മരം കടപുഴകി വീണ് ഗതാഗത തടസ്സമുണ്ടായി. അഗ്നിരക്ഷാസേന എത്തി മരം മുറിച്ചുമാറ്റിയാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത്. 24 ഇടുക്കി. കൊച്ചി തീരത്തിനടുത്ത് MSC എൽസ 3 ചരക്ക് കപ്പൽ അപകടത്തിൽപ്പെട്ടതിൽ കേസെടുത്ത് പോലീസ്. കപ്പൽ കടലിൽ മുങ്ങി 19ാം ദിവസമാണ് ഫോർട്ട് കൊച്ചി കോസ്റ്റൽ പോലീസ് കേസെടുത്തത്. കപ്പൽ ഉടമസ്ഥൻ, ഷിപ്പ് മാസ്റ്റർ, കപ്പൽ ജീവനക്കാർ എന്നിവരെ പ്രതിയാക്കിയാണ് കേസ്. മനുഷ്യജീവന് അപകടമുണ്ടാക്കും വിധം കപ്പൽ കൈകാര്യം ചെയ്തു എന്ന് FIR-ൽ പറയുന്നു. കപ്പൽ അപകടത്തിൽ ഇപ്പോൾ കേസെടുക്കേണ്ടതില്ലെന്നും നഷ്ടപരിഹാരം മതിയെന്നുമായിരുന്നു സർക്കാരിന്റെ മുൻ നിലപാട്. മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിക്ക് വിഴിഞ്ഞം തുറമുഖവുമായി നല്ല അടുപ്പമുള്ളതിനാൽ കേസെടുത്താൽ ഗുണകരമാകില്ലെന്ന് സർക്കാർ കുറിപ്പിൽ തന്നെ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. എന്നാൽ കേരള തീരത്തിനടുത്ത് മറ്റൊരു കപ്പൽ അപകടത്തിൽപ്പെടുകയും കേസെടുക്കാത്തതിനെതിരെ പ്രതിഷേധം ശക്തമാവുകയും ചെയ്തതോടെയാണ് കേസെടുക്കാൻ സർക്കാർ തീരുമാനിച്ചത്. മത്സ്യത്തൊഴിലാളിയായ C. ശ്യാംജിയുടെ പരാതിയിലാണ് ഫോർട്ട് കൊച്ചി പോലീസ് കേസെടുത്തത്. അടിക്കടി എന്തുകൊണ്ട് നമ്മുടെ കടലിൽ, ഇവിടെ നമ്മുടെ ആലപ്പുഴ, എറണാകുളം, കൊച്ചി ഈ പറയപ്പെടുന്ന ഈ ബോർഡറിനകത്ത് വന്ന് കടൽ ഇത്തരം കപ്പൽ അപകടങ്ങളുണ്ടാകും. ഇതിനകത്ത് ദുരൂഹത ഉണ്ടാവാം. പരാതി കൊടുത്ത് FIR ഇട്ട്, നമ്മൾ FIR ഇട്ടപ്പോൾ ഗവൺമെൻറ് നടപടി സ്വീകരിച്ചല്ലോ, കേസെടുത്തല്ലോ. അതൊരു വലിയ സന്തോഷമാണ്. കപ്പലുടമയാണ് 1-ാം പ്രതി. കപ്പലിന്റെ ഷിപ്പ് മാസ്റ്ററിനെ 2-ാം പ്രതിയായും മറ്റു ജീവനക്കാരെ 3-ാം പ്രതിയാക്കിയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സ്ഫോടന സാധ്യതയുള്ള ചരക്കുണ്ടായിരിക്കെ കപ്പൽ മനുഷ്യജീവനും സ്വത്തിനും അപകടമുണ്ടാക്കുന്ന തരത്തിൽ കൈകാര്യം ചെയ്തുവെന്നാണ് FIR. കേസെടുക്കാൻ നിയമപരമായ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കണമായിരുന്നുവെന്നാണ് തുറമുഖ വകുപ്പ് മന്ത്രി VN വാസവന്റെ വാദം. ഈ കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം കേസ് എടുക്കേണ്ടതില്ലെന്ന് ഒരു ഘട്ടത്തിലും തീരുമാനിച്ചിരുന്നില്ല. ഒരു ക്രിമിനൽ ഓഫൻസ് നടന്നെങ്കിൽ മാത്രമേ ആദ്യം ചാടിക്കരുതെന്ന് കേസെടുക്കാൻ കഴിയൂ. അല്ലെങ്കിൽ ഈ കാര്യത്തിൽ പരാതികൾ വരുന്നതിനെ ആസ്പദമാക്കിയും കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയത്തിന്റെ പരിശോധനയിൽ വരുന്ന റിപ്പോർട്ടിനെ ആസ്പദമാക്കിയുമാണ് കേസെടുക്കേണ്ടത്. കേസെടുക്കാൻ കാലതാമസമുണ്ടായത് എന്തുകൊണ്ടെന്നാണ് പ്രതിപക്ഷത്തിന്റെ ചോദ്യം. കേസെടുക്കാനുള്ള കേരള സർക്കാരിന്റെ വൈകിയുദിച്ച ബുദ്ധി എന്തായാലും നല്ല കാര്യമാണ്. 24-ാം തീയതി പാതിരാത്രി നടന്ന സംഭവത്തിന് 17 ദിവസം കഴിഞ്ഞിട്ടാണ് സർക്കാർ ഒരു FIR ഇട്ടിരിക്കുന്നത്. കേസെടുക്കാൻ അഡ്വക്കേറ്റ് ജനറലിന്റെ നിയമോപദേശം ലഭിച്ചിരുന്നതായി സർക്കാർ അറിയിച്ചു. പരാതി ഉണ്ടെങ്കിൽ FIR രജിസ്റ്റർ ചെയ്യാമെന്ന് അഡ്വക്കേറ്റ് ജനറൽ നിയമോപദേശം നൽകിയിരുന്നതായും സർക്കാർ വിശദീകരിച്ചു. 24 തിരുവനന്തപുരം. ബേപ്പൂർ അഴീക്കൽ തീരത്തിന് സമീപം അറബിക്കടലിൽ അപകടത്തിൽപ്പെട്ട വാൻഹായ് 503 ചരക്ക് കപ്പലിലെ രക്ഷാദൌത്യത്തിൽ നിർണായക പുരോഗതി. തീപിടിച്ച കപ്പലിലേക്ക് വിദഗ്ധ സംഘം ഇറങ്ങി വടമുപയോഗിച്ച് കപ്പലിനെ കോസ്റ്റ് ഗാർഡിന്റെ കപ്പലുമായി ബന്ധിപ്പിച്ചു. കപ്പൽ കൂടുതൽ ഉൾക്കടലിലേക്ക് മാറ്റാനാണ് ഇപ്പോഴത്തെ ശ്രമം.
ഉൾക്കടലിലെ കപ്പലിന്റെ കൂടുതൽ ദൃശ്യങ്ങൾ 24 ലഭിച്ചു. കടലിൽ നിന്ന് കത്തുന്ന കപ്പലിലെ തീയണയ്ക്കാനുള്ള ശ്രമം 3-ാം ദിവസവും തുടരുകയാണ്. തീയുടെ തീവ്രത കുറഞ്ഞെങ്കിലും പൂർണ്ണമായും നിയന്ത്രണ വിധേയമായില്ല. ഉൾക്കടലിലെ കപ്പലിന്റെ കൂടുതൽ ദൃശ്യങ്ങൾ 24 ലഭിച്ചു. തീയുടെ തീവ്രത കുറഞ്ഞ സാഹചര്യത്തിലാണ് കപ്പലിലേക്ക് അതിസാഹസികമായി രക്ഷാപ്രവർത്തക സംഘം ഇറങ്ങിയത്. കപ്പലിന്റെ മുൻഭാഗത്തുള്ള വലിയ കൊളുത്തിൽ വടം കെട്ടി കോസ്റ്റ് ഗാർഡിന്റെ കപ്പൽ സമുദ്രപ്രഹരിയുമായി ബന്ധിപ്പിക്കാൻ സംഘത്തിന് കഴിഞ്ഞു. കത്തുന്ന കപ്പലിലേക്ക് MERC പോർബന്ദറിലെ സംഘം അതിൻ്റെ മുൻഭാഗത്തുള്ള ഒരു കൊളുത്തിൽ വലിയ വടം കെട്ടി അതിനെ ഒരു ടഗ് ബോട്ടുണ്ട്, വാട്ടർ ലില്ലി എന്ന് പറയുന്ന ടഗ് ബോട്ടുമായി കണക്ട് ചെയ്തിട്ടുണ്ട്. കപ്പൽ കടലിനുള്ളിലേക്ക് കൂടുതൽ കെട്ടിവലിച്ചു മാറ്റാനുള്ള ശ്രമത്തിൽ നിർണായകമായ വിജയമാണ് പോർബന്തറിൽ നിന്നുള്ള MERC സംഘം കൈവരിച്ചിരിക്കുന്നതെന്നാണ് വിവരം. തീരരക്ഷാസേനയുടെ ഹെലികോപ്റ്റർ ഉപയോഗിച്ചാണ് സംഘം കപ്പലിൽ ഇറങ്ങിയത്. അതേസമയം കപ്പൽ അപകടങ്ങളിൽ കോസ്റ്റ് ഗാർഡും ഷിപ്പിംഗ് മന്ത്രാലയവും ഇടപെട്ടിട്ടുണ്ടെന്ന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ പ്രതികരിച്ചു. നമ്മുടെ കപ്പാസിറ്റി അതുപോലെ ഇന്റർനാഷണൽ ലെവൽ തലത്തിലുള്ള അതിനൊരു നടപടിക്രമമുണ്ട്. അത് മുഴുവൻ പൂർത്തിയാക്കിയെങ്കിൽ മാത്രമേ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ രണ്ടാമത്തെ അടുത്തോട്ട് നമുക്ക് പോകാൻ സാധിച്ചിട്ടില്ല. ആദ്യത്തെ പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അതെന്ത് ചെയ്യാൻ സാധിക്കും, അത് പിന്നെ ആ കപ്പൽ അവരും കൂടെയാണ് തീരുമാനിക്കേണ്ടത്. അവർക്ക് ആ കപ്പൽ വേണ്ടെങ്കിൽ രക്ഷയില്ല. അതിൻ്റെ അകത്തുള്ള വസ്തുക്കളെടുത്ത് നശിപ്പിക്കാനേ സാധിക്കും. കോസ്റ്റ് ഗാർഡിന്റെ സാമർഥ്, സജേത്, സമുദ്രപ്രഹരി എന്നീ കപ്പലുകൾ തീയണയ്ക്കാനുള്ള ദൗത്യം തുടരുകയാണ്. കടലിൽ കണ്ടെയ്നറുകൾ പതിച്ചുള്ള പാരിസ്ഥിതികാഘാതം ഒഴിവാക്കാൻ പൊല്യൂഷൻ കൺട്രോൾ വെസൽ ദൗത്യം തുടരുന്നുണ്ട്. നാവികസേനയുടെ INS സത്ലജിനെ ദൗത്യമേഖലയിൽ നിന്ന് പിൻവലിച്ചു. കൊച്ചി തീരത്തിനടുത്ത് മുങ്ങിയ MSC എൽസ 3യുടെ സർവേ ദൗത്യവുമായി ബന്ധപ്പെട്ടാണിത്. അതേസമയം മംഗളൂരുവിൽ ചികിത്സയിലുള്ള നാവികരുടെ ആരോഗ്യനില മെച്ചപ്പെട്ടു. ഒരാൾ ഇന്ന് ആശുപത്രി വിടും. ഗുരുതരമായി പരിക്കേറ്റ 2 പേർ തീവ്രപരിചരണ വിഭാഗത്തിൽ തുടരുകയാണ്. ഇവർ മരുന്നുകളോട് പ്രതികരിക്കുന്നുണ്ട്. മറ്റൊരാൾക്ക് കൂടി നാളെയോ മറ്റന്നാളോ ആശുപത്രി വിടാനാകും എന്നാണ് വിലയിരുത്തൽ. 24 തിരുവനന്തപുരം. മാസപ്പടി കേസിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള പൊതുതാൽപര്യ ഹർജിയെ എതിർത്ത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ T. വീണ ഹൈക്കോടതിയിൽ. മുഖ്യമന്ത്രിയുടെ മകളായതിനാൽ തന്നെ കേസിൽ കൊടുക്കാൻ ശ്രമിക്കുന്നുവെന്ന് സത്യവാങ്മൂലത്തിൽ T. വീണ പറയുന്നു. പിണറായി വിജയനും വീണയും അഴിമതിക്കാരെന്ന് തെളിയിക്കുന്നതിനുള്ള പോരാട്ടം തുടരുമെന്നാണ് മാത്യു കുഴൽനാടന്റെ പ്രതികരണം. CMRL മാസപ്പടി കേസിലെ CBI അന്വേഷണത്തെ അതിശക്തമായി എതിർക്കുകയാണ് മുഖ്യമന്ത്രിയുടെ മകൾ T. വീണ. വിദ്യാസമ്പന്നയും സംരംഭകയുമായ യുവതിയെ മനഃപൂർവ്വം മാനഹാനി വരുത്താനാണ് പൊതുതാത്പര്യ ഹർജിയെന്ന് സത്യവാങ്മൂലത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. തനിക്കെതിരായ ആരോപണങ്ങൾ തെറ്റാണ്. എക്സാലോജിക് ഒരു ബെനാമി കമ്പനി അല്ലെന്നും കൃത്യമായ കരാറിന്റെ അടിസ്ഥാനത്തിലാണ് ഇടപാടുകൾ നടന്നതെന്നും T. വീണ പറയുന്നു. CMRL എക്സാലോജിക് ഇടപാട് നിലവിൽ SFIO അന്വേഷിക്കുന്നുണ്ട്. SFIO അന്വേഷിക്കുന്നതിനാൽ CBIക്ക് അന്വേഷിക്കാനാകില്ലെന്ന് സത്യവാങ്മൂലത്തിൽ പറയുന്നു. AKG സെന്ററിലെ വിലാസം തെറ്റായി ഉപയോഗിച്ചതിനല്ല ROC പിഴ ഈടാക്കിയത്. നടപടിക്രമങ്ങളിലെ വീഴ്ച പരിഹരിക്കാനാണ് പിഴയെന്ന് വീണ പറയുന്നു. സത്യവാങ്മൂലത്തിലെ വാദങ്ങൾ ദുർബലവും സാങ്കേതികവുമെന്ന് മാത്യു കുഴൽനാടൻ MLAയുടെ പ്രതികരണം. വീണയുടെ വാദം, ആർഗ്യുമെന്റ് തികച്ചും ദുർബലവും സാങ്കേതികവുമാണ്. ഈ കമ്പനിക്കെതിരെ നിരവധി മലിനീകരണ പ്രശ്നങ്ങൾ ഉന്നയിച്ച് നാട്ടുകാർ പരാതി നൽകുമ്പോൾ 2016 മുതൽ ഈ പണം വാങ്ങിയ വീണയുടെ അച്ഛനായ മുഖ്യമന്ത്രിയായ പിണറായി വിജയനാണ് എന്നതുകൂടി ചേർത്ത് വായിക്കുമ്പോൾ ഇതിലെ അഴിമതി വ്യക്തവും വളരെ ക്ലിയറുമാണ്. മാസപ്പടി കേസിലെ CBI അന്വേഷണം എതിർത്ത് നേരത്തെ മുഖ്യമന്ത്രിയും ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം നൽകിയിരുന്നു. മാധ്യമപ്രവർത്തകനായ MR അജയനാണ് CBI അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചത്. 24 കൊച്ചി. കൊല്ലം കൊട്ടാരക്കരയിൽ അഭിഭാഷകന് വെട്ടേറ്റു. CMP ജില്ലാ കമ്മിറ്റി അംഗം പെരുങ്കുളം സ്വദേശി ഉണ്ണികൃഷ്ണനാണ് വെട്ടേറ്റത്. തലയ്ക്കും നെറ്റിയിലും വെട്ടേറ്റ് ഗുരുതരമായി പരിക്കേറ്റ ഉണ്ണികൃഷ്ണൻ കൊല്ലത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. സുജിത് സുരേന്ദ്രൻ കൊട്ടാരക്കരയിൽ നൽകുന്നതിന്റെ കൂടുതൽ വിവരങ്ങൾ. സുജിത്ത്, എന്താണ് ഈ രീതിയിൽ ഈ അഭിഭാഷകന് വെട്ടേൽക്കാനിടയായ സാഹചര്യം? അതോടൊപ്പം തന്നെ ഈ വെട്ടിയ 2 പേർ, അവർക്കെതിരെയും കേസുണ്ടല്ലോ, അവർ തിരിച്ചും കേസ് കൊടുത്തിട്ടുണ്ടല്ലോ. അതെ പ്രജിൻ, ഇന്ന് ഉച്ചയോടെ ഇഞ്ചക്കാട് ശില്പ ജംഗ്ഷന് സമീപത്തായിരുന്നു സംഭവം നടന്നത്. ഈ ഉണ്ണികൃഷ്ണനും സുഹൃത്തും ഇവരുടെ ഈ അജയകുമാറിന്റെയും രോഹിത്തിന്റെയും വീടിന് സമീപത്ത് വെച്ച കഴിഞ്ഞ 2 ദിവസം മുമ്പ് ഉച്ചത്തിൽ സംസാരിച്ചിരുന്നു. ഇത് ചോദ്യം ചെയ്തെത്തിയ അജയകുമാർ ഉണ്ണികൃഷ്ണനെ അസഭ്യം പറഞ്ഞ് അപമാനിച്ചു എന്നാണ് പറയുന്നത്. ഇത് ചോദിക്കാൻ ഇന്ന് ഉച്ചയോടുകൂടി അജയകുമാറിന്റെ വീട്ടിലെത്തിയ ഉണ്ണികൃഷ്ണനുമായി വാക്കേറ്റമുണ്ടാവുകയും ഇരുകൂട്ടരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. തുടർന്ന് അജയകുമാറും മകൻ രോഹിതും ചേർന്ന് ഉണ്ണികൃഷ്ണനെ
മർദ്ദിക്കുകയും വെട്ടുകയുമായിരുന്നു എന്നാണ് പരാതിയുള്ളത്. വീഴ്ചയിൽ ഉണ്ണികൃഷ്ണന്റെ വാരിയലിന് പൊട്ടൽ സംഭവിച്ചതായാണ് അറിയാൻ കഴിയുന്നത്. ഉണ്ണികൃഷ്ണനെ ഇപ്പോൾ കൊല്ലത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ പോലീസ് ഇപ്പോൾ ഇരുവർക്കുമെതിരെ കേസെടുത്തിരിക്കുകയാണ്. അജയകുമാറിനെയും രോഹിതിനെയും മർദ്ദിച്ചെന്ന പരാതിയിലാണ് ഉണ്ണികൃഷ്ണനെതിരെയും പോലീസ് കേസെടുത്തിട്ടുള്ളത്. ശരി, സുജി സുരേന്ദ്രനാണ് കൊട്ടാരക്കരയിൽ വിശദാംശങ്ങൾ നൽകിയത്. ഛത്തീസ്ഗഡിൽ മാവോയിസ്റ്റുകളും സുരക്ഷാ സേനയും തമ്മിൽ ഏറ്റുമുട്ടൽ. ഒരു സ്ത്രീ ഉൾപ്പെടെ 2 മാവോയിസ്റ്റുകളെ വധിച്ചു. സുഖ്മ ജില്ലയിലെ പുസ്ഗുന്ന മേഖലയിലാണ് ഏറ്റുമുട്ടലുണ്ടായത്. തലയ്ക്ക് 5 ലക്ഷം രൂപ പാരിതോഷികം പ്രഖ്യാപിച്ച മാവോയിസ്റ്റിനെയും സേന വധിച്ചു. ഈ നിലമ്പൂരിലേക്കാണ് പോരാട്ടച്ചൂടിൽ നിലമ്പൂർ. നിലമ്പൂരിൽ വർഗീയ ബന്ധം ആരോപിച്ച് LDF UDF മുന്നണികൾ. കിട്ടാത്ത മുന്തിരി പുളിക്കും എന്നതുപോലെയാണ് LDFന്റെ സ്ഥിതിയെന്ന് ജമാഅത്തെ ഇസ്ലാമി വിഷയത്തിൽ UDF. ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ ഇന്നലെയുമില്ല, ഇന്നുമില്ല, ഇനി നാളെയുമില്ലെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. നിലമ്പൂരിൽ കൊണ്ടും കൊടുത്തുമാണ് നേതാക്കളുടെ പ്രതികരണം. നിലമ്പൂരിൽ ജമാഅത്തെ ഇസ്ലാമിക്ക് 5000 വോട്ടെന്നാണ് LDF UDF കണക്കുകൂട്ടൽ. ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ സംഘടനയായ വെൽഫെയർ പാർട്ടി UDF സ്ഥാനാർത്ഥി ആര്യടൻ ഷൗക്കത്തിന് പിന്തുണ പ്രഖ്യാപിച്ചതോടെ LDFന്റെ നെറ്റ് ചൊളിഞ്ഞു. പിന്തുണയെ സ്വാഗതം ചെയ്തും LDFനുള്ള PDP പിന്തുണയെ വിമർശിച്ചും UDF നേതാക്കൾ. അവർക്ക് ആരെയും കൂട്ടാം, അവർ തൊട്ടാൽ എല്ലാവരും ശുദ്ധമായി, അവരുടെ കൂടെ കൂടാത്തവരെല്ലാം അശുദ്ധി ഉള്ളവരായിട്ട് CPM കൽപ്പിക്കുന്നു. CPMനെ എതിർക്കുന്നവരെല്ലാവരും അശുദ്ധിയുള്ളവരായിട്ട് മാറും. അവരുടെ ആ അവസരവാദ നയം കേരളത്തിലെ ജനങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അതൊന്നും വിലപ്പോവില്ല. നിലമ്പൂരിൽ ഇലക്ഷൻ നടക്കുന്നുണ്ട്. ഇലക്ഷൻ നടക്കുമ്പോൾ സ്ഥാനാർത്ഥികൾ വോട്ട് നേടും. സ്ഥാനാർത്ഥികൾക്ക് ആരുടെ വോട്ടും വാങ്ങിക്കാം. നിങ്ങൾ ചോദിക്കുന്ന ചോദ്യം ചോദിക്കേണ്ടത് CPMനോടാണ്. അവർ ജമാഅത്തെ ഇസ്ലാമി നല്ലതാണെന്ന് പറഞ്ഞു, ജമാഅത്തെ ഇസ്ലാമിയെ കൂട്ടുകൂടി. ഇപ്പം ജമാഅത്തെ ഇസ്ലാം കുറ്റപ്പെടുത്തുന്നതിൽ ആത്മാർത്ഥതയുണ്ടോ എനിക്കറിയില്ല. ജമാഅത്തെ ഇസ്ലാമി RSSന്റെ മുസ്ലിം മുഖമെന്നായിരുന്നു LDF വിമർശനം. ഞങ്ങൾക്ക് ജമാഅത്തെ ഇസ്ലാമിയായിട്ട് യാതൊരു രാഷ്ട്രീയ കൂട്ടുകെട്ടുമില്ല. മുമ്പുമില്ല, ഇന്നുമില്ല, നാളെയുമില്ല. ഒരു രാഷ്ട്രീയ കൂട്ടുകെട്ടും ഈ വർഗീയ ശക്തികളുമായിട്ട് ഉണ്ടാക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. മുൻപ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് PDP ബന്ധത്തെ ചൊല്ലി CPIMുമായി കൊമ്പുകോർത്ത CPI മുൻനിലപാടിൽ നിന്നും മലക്കം മറിഞ്ഞു. ജമാഅത്തെ ഇസ്ലാമി RSSന്റെ മുസ്ലിം പതിപ്പായിരിക്കെ അതിനെ PDPയുമായി ബന്ധപ്പെടുത്തുന്നത് ശരിയായിരിക്കില്ല. നിങ്ങൾ പറയുന്ന കാലത്ത് PDP ഇന്നില്ലല്ലോ. ആ PDP ഇല്ല. അതിന്റെ തീവ്രവാദ ആശയങ്ങളുടെ സ്വഭാവത്തിന് മാറ്റം വന്നിട്ടുണ്ട്. പ്രീണന രാഷ്ട്രീയമാണ് നടക്കുന്നത് എന്നാണ് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന്റെ വിമർശനം. ഞങ്ങൾ ചെയ്യുന്നത് വികസനം, 11 കൊല്ലം വികസനം ചെയ്ത് കാണിച്ചു കൊടുത്ത വികസനം. ഇവിടെ അഴിമതിയും പ്രീണന രാഷ്ട്രീയവും. ഇതാണ് കോൺട്രാസ്റ്റ്, ഇതാണ് ചോയ്സ്. ജമാഅത്തെ ഇസ്ലാമി UDFനെയും PDPയും അഖില ഭാരതീയ ഹിന്ദു മഹാസഭയും LDFനെയും പിന്തുണയ്ക്കുന്നതാണ് നിലവിൽ നിലമ്പൂരിലെ ചൂടേറിയ ചർച്ചാ വിഷയം. 24 നിലമ്പൂർ. ജമാഅത്തെ ഇസ്ലാമിക്ക് ഇപ്പോൾ മതരാഷ്ട്രവാദം ഇല്ലെന്ന പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ പ്രസ്താവനയിൽ വിവാദം. പ്രസ്താവന ഗൗരവതരമെന്ന് കുറ്റപ്പെടുത്തി സമസ്ത AP വിഭാഗം രംഗത്തെത്തി. ജമാഅത്തെ ഇസ്ലാമിയുടെ അടിസ്ഥാന ആശയങ്ങളിൽ മാറ്റം വന്നിട്ടില്ലെന്ന് SYS സംസ്ഥാന ജനറൽ സെക്രട്ടറി റഹ്മത്തുള്ള സഖാഫി എളമരം പറഞ്ഞു. പ്രതിപക്ഷ നേതാവ് അതിനുശേഷം നടത്തിയ ഒരു പ്രസ്താവനയിൽ ജമാഅത്തെ ഇസ്ലാമി പഴയ ആശയങ്ങളൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞത് വളരെയേറെ ഗൗരവത്തോടെ കാണേണ്ട ഒരു സംഗതിയാണ്. ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ച് വേണ്ട പോലെ പഠിച്ചിട്ടല്ല ഈ പ്രസ്താവന എന്നാണ് തോന്നുന്നത്. ജമാഅത്തെ ഇസ്ലാമി അവരുടെ ആശയം നിലനിർത്തിക്കൊണ്ട് തന്നെ ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചു എന്നല്ലാതെ അവരൊരിക്കലും അവരുടെ ആശയത്തിൽ നിന്ന് പിന്മാറിയിട്ടില്ല. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ വെൽഫെയർ പാർട്ടിയുടെ UDF പിന്തുണയിൽ വിമർശനവുമായി കത്തോലിക്ക കോൺഗ്രസ്. രാഷ്ട്രീയ ആത്മഹത്യയാണ് ഇതെന്നും ദൂരവ്യാപക പ്രത്യാഘാതം ഉണ്ടാക്കുമെന്നും കത്തോലിക്ക കോൺഗ്രസ് താമരശ്ശേരി രൂപത പ്രസ്താവനയിൽ പറഞ്ഞു. നിലമ്പൂരിൽ മാത്രമല്ല തെരഞ്ഞെടുപ്പുള്ളതെന്നാണ് കോൺഗ്രസിനുള്ള മുന്നറിയിപ്പ്. ഇടതുപക്ഷത്തിന്റെ PDP ബാന്ധവത്തിന്റെ പേരിൽ വെൽഫെയർ പാർട്ടി സഖ്യത്തെ വെള്ളപൂശുന്നത് ഒരു തെറ്റിനെ മറ്റൊരു തെറ്റുകൊണ്ട് ന്യായീകരിക്കുന്നതാണെന്നും പ്രസ്താവനയിൽ പറയുന്നു. സമസ്തയെ പ്രശംസിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രതിപക്ഷ നേതാവ് VD സതീശനും വിയോജിപ്പ് രേഖപ്പെടുത്താനുള്ള ഇടം സമസ്തയിലുണ്ടെന്ന് പിണറായി വിജയൻ. സമസ്ത ഇല്ലാത്ത സാമൂഹിക കേരളത്തെക്കുറിച്ച് ചിന്തിക്കാനാവില്ലെന്ന് VD സതീശൻ. സമസ്തയുടെ ചരിത്രം പറയുന്ന പുസ്തക പ്രകാശന ചടങ്ങിലായിരുന്നു പ്രശംസ.
സമസ്തയുടെ ചരിത്രത്തിൽ തുടങ്ങി വർത്തമാനകാലത്തെ പ്രവർത്തനങ്ങളെയും പരാമർശിച്ചായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രസംഗം. സമസ്ത മുന്നോട്ട് വയ്ക്കുന്ന ചിലതിൽ വിയോജിപ്പുണ്ടെന്നും അത് തുറന്നു പറയാനുള്ള ജനാധിപത്യ ഇടമുള്ളതാണ് ശ്രദ്ധേയമെന്നും മുഖ്യമന്ത്രി. എന്നാൽ ആ വിയോജിപ്പ് രേഖപ്പെടുത്താനുള്ള ജനാധിപത്യപരമായ ഇടം നിലനിൽക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനം. ആ കാഴ്ചപ്പാട് ചില സമുദായ സംഘടനകൾക്കും കൈമോശം വരുന്ന ഒരു ഘട്ടം കൂടിയാണ്. അത് തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകാൻ കഴിയണം. വിയോജിപ്പുകൾ രേഖപ്പെടുത്തുന്നവർക്ക് സംവദിക്കാനുള്ള തലം ഒരുക്കുകയാണ് വേണ്ടത്. വർഗീയതയുടെ കാലത്ത് സമസ്തയുടെ സാന്നിധ്യം ആശ്വാസമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. അതിനിടയിൽ മുഖ്യമന്ത്രിക്കെതിരെ സതീശന്റെ ഒളിയമ്പ്. വേദി വിട്ട് മുഖ്യമന്ത്രി പോയ ശേഷമായിരുന്നു പരോക്ഷ വിമർശനം. പച്ചവെള്ളത്തിന് തീ പിടിപ്പിക്കുന്ന വർഗീയതയുള്ള ഒരു കാലമാണ്. ചിലര് നോക്കി നിൽക്കുകയാണ്, എന്തെങ്കിലും വീണ് കിട്ടാൻ തീ പിടിപ്പിക്കാൻ നോക്കി നിൽക്കുകയാണ്. എല്ലാ ഭാഗത്തും ഉണ്ട് ഇയാള് നോക്കി നിൽക്കുകയാണ്. അവരവസരം മുതലാക്കാൻ വേണ്ടി തയ്യാറായി നിൽക്കുകയാണ്. അവിടെ സമസ്തയുടെ സാന്നിധ്യം എന്ന് പറയുന്നത് ആശ്വാസകരമാണ്. അവരെ കൂടി നമുക്ക് ഈ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് കഴിയണം. വർഗീയ കലാപമോ അനൈക്യമോ ഉണ്ടാക്കാനുള്ള പ്രവർത്തനം സമസ്തയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ലെന്ന് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ. ഇവിടെ വർഗീയ കലാപങ്ങൾ ഉണ്ടാക്കാനോ അല്ലെങ്കിൽ തീവ്രവാദ പ്രചരണത്തിന് വേണ്ടിയോ അതിനൊന്നും അന്നേക്കുള്ള ഇവിടെ ഏതെങ്കിലും മനുഷ്യരുടെയിൽ എന്തെങ്കിലും നിലക്കുള്ളതായ അനൈക്യവും സൃഷ്ടിച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനം ഇന്നേ വരെ സമസ്ത കേരള ജമീയത്തുൽ ഉലമയിൽ നിന്നുണ്ടായിട്ടില്ല. ജമാഅത്തെ ഇസ്ലാമി UDF ബന്ധത്തെ ചൊല്ലി രാഷ്ട്രീയ പോര് തുടരുമ്പോഴും വിവാദ വിഷയങ്ങളിലേക്ക് കടക്കാതിരിക്കാൻ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും സമസ്തയുടെ വേദിയിൽ ശ്രദ്ധിച്ചു. 24 തിരുവനന്തപുരം. മറ്റു വാർത്തകളിലേക്ക്. മലപ്പുറം നിലമ്പൂരിൽ പന്നിക്കണിയിൽ നിന്ന് ഷോക്കേറ്റ് പ്രദേശവാസിയായ അബ്ദുൾ റഷീദ് മരിച്ച സംഭവത്തിൽ 2 പ്രതികളെ കൂടി പോലീസ് അറസ്റ്റ് ചെയ്തു. നിലമ്പൂർ സ്വദേശികളാണ് പിടിയിലായത്. കൂടുതൽ പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ തെളിവില്ലെന്നായിരുന്നു പോലീസ് വാദം. പോലീസ് പ്രതികളെ പിടികൂടുന്നില്ലെന്ന കുടുംബത്തിന്റെ പരാതി 24 റിപ്പോർട്ട് ചെയ്തതിന് പിന്നാലെയാണ് അറസ്റ്റ്. 24 ഇംപാക്ട്. വഴിക്കടവിൽ അനന്തു ഷോക്കേറ്റ് മരിച്ചതിന് സമാനമാണ് അബ്ദുൾ റഷീദിന്റെ കേസും. മെയ് 26-നാണ് നിലമ്പൂർ മുക്കട്ട സ്വദേശി അബ്ദുൾ റഷീദ് പന്നിക്കണിയിൽ നിന്ന് ഷോക്കേറ്റ് മരിച്ചത്. മുഖ്യപ്രതി മുദീരി സ്വദേശി അനീഷിനെ നിലമ്പൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. മറ്റു പ്രതികൾക്കെതിരെ പോലീസ് നടപടിയെടുത്തില്ല. മരണം കഴിഞ്ഞ് 14-ാം ദിവസമാണ് കൂട്ടുപ്രതികളെ പോലീസ് പിടികൂടുന്നില്ലെന്ന കുടുംബത്തിന്റെ പരാതി 24 റിപ്പോർട്ട് ചെയ്തത്. തെളിവില്ലാത്തതിനാൽ അറസ്റ്റ് ചെയ്യാനാകില്ലെന്നായിരുന്നു പോലീസ് വാദം. സംഭവം വാർത്തയായി 24 മണിക്കൂർ പൂർത്തിയാകും മുൻപ് 2 പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്തു. മുദീരി സ്വദേശി മുടത്തക്കോട് സുഭാഷ്, ഏനാന്തി സ്വദേശി അനിൽകുമാർ എന്ന കുട്ടൻ എന്നിവരാണ് അറസ്റ്റിലായത്. അപകടം നടന്ന സ്ഥലത്തിന് സമീപം വാടകയ്ക്ക് താമസിക്കുന്ന അനീഷിന്റെ വീട്ടിൽ നിന്നാണ് കെണി സ്ഥാപിക്കാൻ വൈദ്യുതി എടുത്തതെന്ന് പോലീസ് കണ്ടെത്തി. 25-ന് വൈകുന്നേരം 4 മണിയോടെയാണ് പ്രതികൾ തോട്ടിൽ കെണിയൊരുക്കിയത്. 8 മണിയോടെ അനിൽകുമാർ വന്ന് കണക്ഷൻ കൊടുത്തു. രാവിലെ അനീഷ് വന്ന് നോക്കിയപ്പോൾ റഷീദ് മരിച്ചു കിടക്കുന്നതാണ് കണ്ടത്. അനിലിനെ വിവരമറിയിച്ചെങ്കിലും സംഭവം പുറത്തറിഞ്ഞാൽ പോലീസ് നടപടിയുണ്ടാകുമെന്ന് ഭയന്ന് വൈദ്യുത കണക്ഷൻ കൊടുത്ത വയർ ഊരിയെടുത്ത് ഒളിപ്പിച്ചുവെക്കാൻ നിർദ്ദേശം നൽകി. അനീഷ് തെളിവ് നശിപ്പിക്കാൻ വയറും മറ്റും മാറ്റിയ ശേഷം കുടുംബസമേതം വീട് പൂട്ടിപ്പോവുകയായിരുന്നു. 24 നിലമ്പൂർ. സ്കൂൾ സമയമാറ്റത്തിൽ സർക്കാരിന് കടുംപിടുത്തമില്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. സമസ്തയുടെ വേദിയിൽ മുഖ്യമന്ത്രിയെ വേദിയിലിരുത്തി ജിഫ്രി മുത്തുക്കോയ തങ്ങൾ വിമർശിച്ചതിന് പിന്നാലെയാണ് വിദ്യാഭ്യാസ മന്ത്രി നിലപാട് വ്യക്തമാക്കിയത്. മുഖ്യമന്ത്രിയുമായി ആലോചിച്ച് ഉചിതമായ തീരുമാനമെടുക്കുമെന്നും വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു. ഇപ്പം നമുക്ക് ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇതിൽ ഒരു പിടിവാശിയില്ല, ഒരു നിർബന്ധമില്ല. ഇത് പിന്നെ പരിശോധിക്കണമെങ്കിൽ ഒന്നുകൂടെ പരിശോധിക്കാം. എങ്ങനെ പരിശോധിച്ചാലും ഈ വിദ്യാഭ്യാസ അവകാശ നിയമത്തിൽ പറയുന്ന ദിവസങ്ങൾ കുട്ടികൾ കിട്ടണമെന്ന് മാത്രമേ ഉള്ളൂ. എങ്ങനെ വേണോ പരിശോധിക്കാം, അതിന് പ്രശ്നമൊന്നുമില്ല. മലാപ്പറമ്പ് പെൺവാണിഭ കേസിൽ പ്രതി ചേർത്ത 2 പോലീസുകാർക്ക് സസ്പെൻഷൻ. വിജിലൻസ് സിറ്റി കൺട്രോൾ റൂം ഡ്രൈവേഴ്സായ ഷൈജിത്ത്, സനിത്ത് എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തത്. സെക്സ് റാക്കറ്റ് നടത്തിപ്പിക്കുന്ന സംഘവുമായി 2 പോലീസുകാർക്കും സാമ്പത്തിക ഇടപാട് ഉൾപ്പെടെ നേരിട്ട് ബന്ധമുണ്ടെന്നാണ് കണ്ടെത്തൽ. ബാങ്ക് രേഖകൾ, മൊബൈൽ ഫോൺ നമ്പറുകൾ എന്നിവ പരിശോധിച്ചതിൽ നിന്നും സാമ്പത്തിക ഇടപാടുകൾ ഉൾപ്പെടെ ഇവർക്ക് പ്രതികളുമായി ബന്ധമുണ്ടെന്ന് കണ്ടെത്തി. ഈ അടിസ്ഥാനത്തിലാണ് പോലീസ് ഡ്രൈവർമാരായ ഷൈജിത്ത്, സനിത്ത് എന്നിവരെ പ്രതി ചേർത്ത് അന്വേഷണ സംഘം റിപ്പോർട്ട് സമർപ്പിച്ചത്. 2022-ലാണ് സെക്സ് റാക്കറ്റ് സംഘത്തിലെ മുഖ്യപ്രതി ബിന്ദുവിന് മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിൽ കേസുള്ളത്. അന്നു മുതൽ ഈ പോലീസുകാർക്ക് ഇവരുമായി ബന്ധമുണ്ടെന്നാണ് കണ്ടെത്തൽ. വരും ദിവസങ്ങളിൽ അറസ്റ്റ് ഉൾപ്പെടെ മറ്റ് നടപടികളിലേക്ക് കടന്നേക്കും. കഴിഞ്ഞ ദിവസമാണ് മലാപ്പറമ്പിലെ അപ്പാർട്ട്മെന്റ് കേന്ദ്രീകരിച്ച് നടത്തുന്ന സെക്സ് റാക്കറ്റ് സംഘത്തെ നടക്കാവ് പോലീസും സിറ്റി ക്രൈം സ്ക്വാഡും പിടികൂടിയത്. വയനാട് സ്വദേശി ബിന്ദു, ഇടുക്കി സ്വദേശി അഭിരാമി, കരുവന്തിരുത്തി സ്വദേശി ഉപേഷ് ഉൾപ്പെടെ 9 പേരാണ് അറസ്റ്റിലായത്. 24 കോഴിക്കോട്. ഇതോടെ 24 റൗണ്ട് പൂർത്തിയാവുന്നു.